ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നതാണ്. ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം. ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യണം. ദൈവവചനത്തോടുള്ള ഭയഭക്തി ബഹുമാനം, അതോടൊപ്പം ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരുന്ന പൂർവ്വപിതാക്കന്മാരെയൊക്കെ ദൈവം കടാക്ഷിച്ചായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം കേൾക്കാനുള്ള ഒരു താല്പര്യം, അതോടൊപ്പം വചനം ശ്രവിക്കുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യം, ഈ ബോധ്യമനുസരിച്ച് ഉള്ളൊരു ജീവിതം ദൈവിക കടാക്ഷത്തിന്